ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ പാടിയതിൽ നടപടിക്ക് കോൺഗ്രസ്. ഓഫീസ് സെക്രട്ടറിക്കെതിരെ നടപടി വന്നേക്കും. കെ.സി. വേണുഗോപാലിനെ വിളിച്ച് സോണിയാഗാന്ധി അതൃപ്തി അറിയിച്ചു. ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ മുൻകരുതൽ എടുത്തില്ലെന്ന വിമർശനം മല്ലികാർജ്ജുൻ ഖാർഗെയും ഉയർത്തി. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായ ഒരു കാര്യമായിരുന്നു ഇത്. അതിൽ അവരത് തിരിച്ചറിയുന്നു, അവർ തിരുത്താനും അതിൽ അതൃപ്തിയും അറിയിക്കുന്നു സോണിയാഗാന്ധി. ആ ഘട്ടത്തിൽ തന്നെ സോണിയാഗാന്ധി ഒരു അതൃപ്തി അറിയിച്ചതാണ്. നിലവിൽ ഏതു തരത്തിലുള്ള നടപടിയിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്? ഷാമിലി, ഇത് തന്നെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷം. അത് രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ചടങ്ങിലാണ് കോൺഗ്രസിനെ അക്ഷരത്തിൽ വെട്ടിലാക്കിയ സംഭവം നടന്നത്. വന്ദേമാതരം മുഴുവൻ പാടണം, അല്ലെ കോൺഗ്രസ് പ്രവർത്തക സമിതി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനമുണ്ട്. ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്നുള്ളത്. അത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ എടുത്ത മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കമെടുത്ത കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനമാണ്. എന്നാൽ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന നിയമമുണ്ടായ ശേഷം ആദ്യം നടക്കുന്ന ഒരു സ്വാതന്ത്ര്യദിന ആഘോഷമാണ്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ പങ്കെടുക്കാതെയാണ് രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ AICC ഇന്ദിരാഭവനിൽ കൊടി ഉയർത്താനെത്തിയത്, പതാക ഉയർത്താനെത്തിയത്, ദേശീയ പതാക ഉയർത്താനെത്തിയത്. ആ സമയത്താണ് വന്ദേമാതരം മുഴുവൻ ആലപിച്ചത്. എല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പും വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ സോണിയാഗാന്ധി, മുൻ കോൺഗ്രസ് അധ്യക്ഷ, അത് നിർത്താൻ ആവശ്യപ്പെടുന്നു. ഖാർഗെയും അത് അത്തരത്തിലൊരു അല്ലെങ്കിൽ കൈയാംഗ്യം കാണിക്കുന്നു. എന്നാൽ നിർത്താൻ കഴിഞ്ഞില്ല. മുഴുവൻ വന്ദേമാതരവും പാടേണ്ടി വന്നു, അല്ലെ റെക്കോർഡ് ചെയ്ത മുഴുവൻ വന്ദേമാതരവും ആ ചടങ്ങിൽ ആലപിക്കേണ്ടി വന്നു. ഇതാണ് സോണിയാഗാന്ധിയെ അതൃപ്തി രേഖപ്പെടുത്തിയത്. റെക്കോർഡ് ചെയ്തതല്ലല്ലോ, ഒരു ഗായക സംഘം പാടുകയായിരുന്നില്ലേ? അത് റെക്കോർഡ് ചെയ്തതല്ലല്ലോ, അവിടെയുള്ളവർ പാടുകയായിരുന്നില്ലേ? അപ്പോൾ കൃത്യമായൊരു നിർദ്ദേശം അവിടെ അതായത് കൃത്യമായൊരു നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നില്ല. അതെ, പിന്നെ ഗായക സംഘം പാടുകയായിരുന്നു. അതെ, അതുതന്നെയാണ്. അല്ല, അതല്ല ഓഫീസ് സെക്രട്ടറി ഈ ഗായക സംഘത്തെ റിഹേഴ്സൽ കേട്ടതാണ്. അത് സംബന്ധിച്ച CD അടക്കമുള്ള നേരത്തെ തന്നെ നൽകണമെന്ന് AICC ആവശ്യപ്പെട്ടതാണ് ഈ പ്രോഗ്രാമിൻ്റെ. എന്നാൽ ഈ കാര്യത്തിൽ അതിലൊക്കെ വീഴ്ച വരുത്തി എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഗായകസംഘം ആലപിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ചടങ്ങ് റിഹേഴ്സൽ നടന്നിരുന്നു. ഈ റിഹേഴ്സൽ സംബന്ധിച്ച ചടങ്ങുകളുടെ CD അടക്കം പ്രോഗ്രാം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ വിഷ്വൽ വേണം എന്ന് നേരത്തെ തന്നെ AICC നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഇതാണ് ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു വീഴ്ച ഉണ്ടായത് എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത്. ഏതായാലും സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയിൽ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഈ അതൃപ്തി മാത്രമല്ല, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ അവർ ഈ സംബന്ധിച്ച അല്ലെങ്കിൽ തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഇത് സംബന്ധിച്ച അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് അജയ് മാക്കനാണ് ജനറൽ സെക്രട്ടറി. അജയ് മാക്കനോട് ഇക്കാര്യം വെട്ടിത്തുറന്നു തന്നെ സോണിയാഗാന്ധി പറഞ്ഞു എന്നതാണ് AICC ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരസ്യ മാധ്യമങ്ങൾ മുമ്പിലാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി 1935 എടുത്തൊരു തീരുമാനമാണ് ഈ വന്ദേമാതരത്തിൽ ആദ്യത്തെ സ്റ്റാൻസ 2 സ്റ്റാൻസ പാടിയാൽ മതി എന്നുള്ളത്. എന്നാൽ അതാണ് ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന മുഴുവൻ സമയത്തും ഗായകസംഘം അല്ലെങ്കിൽ ആലപിച്ചത്. ഏതായാലും ഇതിൻ്റെ കാരണം വളരെ പ്രധാനമായി ഈ നേരത്തെ നടന്ന റിഹേഴ്സൽ സംബന്ധിച്ച വിഷ്വലും CD-യും ഒക്കെ പരിശോധിക്കുന്നതിൽ കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറി വീഴ്ച വരുത്തി എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വന്നേക്കാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം കോൺഗ്രസ് നേരത്തെ തന്നെ ലോക്സഭ സൈനേണ്ടിയിൽ കോൺഗ്രസ് ലോക്സഭയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവടക്കം മുഴുവൻ സമയം ഗാനാവലത്തിന് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ തന്നെ സ്പീക്കറോട് അതിൻ്റെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വം അന്ന് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം കോൺഗ്രസ് നടത്തുന്ന ഒരു ചടങ്ങിൽ അതായത് രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കോൺഗ്രസ് നിലപാട് അല്ലെങ്കിൽ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ടാണ് വന്ദേമാതരം മുഴുവൻ സമയം ഗായകസംഘം ആലപിച്ചത്. ഇത് കോൺഗ്രസ് ഒരു മുഖം കോൺഗ്രസ് ഒരു വെട്ടിൽ വീഴുക തന്നെ ചെയ്തു. ഇതിൻ്റെ തിരുത്തൽ നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്താൻ ശ്രമിക്കുന്നത്. ഷാമിലി, ശരി. AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ പാടിയതിൽ നടപടിക്ക് കോൺഗ്രസ്. ഓഫീസ് സെക്രട്ടറിക്കെതിരെ നടപടി വന്നേക്കും. കെ.സി. വേണുഗോപാലിനെ വിളിച്ച് സോണിയാഗാന്ധി നിലവിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ മുൻകരുതൽ എടുത്തില്ലെന്ന വിമർശനം മല്ലികാർജ്ജുൻ ഖാർഗെയും ഉയർത്തി. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.